ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്ന വർക്ക് ഇതായിരുന്നു. ഫൈൻഡ് the value of compute these powers. That is, we want to find the power of 2, 3, 4, 2 and 10 raised to 4. That is 6th power of 2. 2 raised to 6 നെ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? 2 into 2 into 2 into 2 into 2 into 2 അല്ലേ? അപ്പൊ ഇങ്ങനെ നേരിട്ട് ഗുണിക്കുകയാണ്. 2 into 2 4 into 2 8 into 2 16 into 2 34 അല്ലേ? 32 into 2 64 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സൗകര്യത്തിന് എന്ത് ചെയ്യാം? 3 എണ്ണമാക്കി നമുക്ക് 2 സെറ്റ് ആക്കി മാറ്റാം. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു ആൻസർ അല്ലേ? അപ്പൊ അതുകൊണ്ട് 2 into 2 into 2 എന്ന് പറഞ്ഞാൽ എന്താ? 8. അടുത്ത 2 into 2 into 2 എത്രയാണ്? 8. എങ്ങനെ ചെയ്താലും ആൻസർ എത്രയാണ്? 64 ആണ്. ഒന്നുകിൽ 2 into 2 4, 4 into 2 8, 8 into 2 16, 16 into 2 32, 32 into 2 64 അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സൗകര്യത്തിന് 2 into 2 into 2 നമുക്ക് സിമ്പിൾ മൾട്ടിപ്ലൈ ചെയ്യാൻ സുഖമാണ്. അത് 8 എഴുതി. അടുത്ത 2 into 2 into 2 അതും 8 എഴുതി. പിന്നെ ആ 2 8കൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടും? 64 കിട്ടും. അടുത്തപോലെ നോക്കുക, ഇത് 3 into 3 into 3 into 3 into എത്ര പ്രാവശ്യം വേണോ? 3 into 3 into 3 into 3 അല്ലേ? 4 6. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ തന്നെ സൗകര്യത്തിന് വേണ്ടി 2 എണ്ണം വേണ്ടി പെയറാക്കാം. 2 3കൾ കൂടി പെയറാക്കാം. അപ്പൊ എന്താവും? 3 into 3 എന്ന് പറഞ്ഞാൽ 9. അടുത്ത 3 into 3 വേറെ 9. അടുത്ത 3 into 3 വേറെ 9. ഇങ്ങനെ എഴുതാം. ഇത് 9, ഇത് 9, ഇത് 9, ഇത് 9. ഇത് 9 into 9 എത്രയാ? 81. അടുത്ത 9 into 9 എത്രയാ? 81. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുക? 6561 ആണോ നോക്കൂ. 80 സ്ക്വയർ 6400 161. അപ്പൊ എത്ര? 6561 ആണോ കിട്ടിയത് നോക്കൂ. ആർക്കോ കിട്ടിയിട്ടുണ്ടോ ആൻസർ? കിട്ടിയില്ലേ? 3 raised to 8 എന്ന് പറഞ്ഞാൽ 3 into 3 into മനസ്സിലാത്ത സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ പറയണേ. ലാസ്റ്റ് പറഞ്ഞാൽ ഒന്നുകൂടി നോക്കുന്നത്. 4 raised to 4 എന്ന് പറഞ്ഞാൽ എന്താ? 4 into 4 into 4 into 4 4 പ്രാവശ്യം അല്ലേ? അപ്പോ 4 into 4 എന്ന് പറഞ്ഞാൽ 16. Again next 4 into 4 16. Multiplying 16 into 16 കിട്ടും 256. Then 2 raised to 9. 2 raised to 9 അങ്ങനെ എഴുതാം. 2 into 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 2. 1 2 3 4 5 6 7 8 9 പ്രാവശ്യം അല്ലേ? അപ്പൊ ഞാൻ ആദ്യത്തെ 5 എണ്ണം ഒരു പേരാക്കി എടുത്തു, ഒരു സെറ്റ് ആക്കി എടുത്തു. അടുത്ത വേറൊരു സെറ്റ് ആക്കി എടുത്തു. ഈക്വൽ ടു 2 into 2 4, 4 into 2 8, 8 into 2 16, 16 into 2 30 into 2 into 2 4 into 2 8 into 2 16 equal to 32 into 16 എത്ര കിട്ടുക? 512. 512 512 അല്ലെങ്കിൽ 2 4 8 16 32 64 128 256 30 512 10 raised to 4 എന്ന് പറഞ്ഞാൽ 10 into equal to നമ്മൾ എന്ത് ചെയ്യാം? 10 into 10 എന്ന് പറഞ്ഞാൽ എത്രയാ? 100 അല്ലേ? 10 100. അപ്പൊ 100 into 100 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? 1 into 1 1 എത്ര ഉണ്ടാവും? 0 ഉണ്ടാവും. 10,000 അല്ലെ? 100 100കൾ 10 100 കൂടുതൽ 10 into 100 1000 ആണ്. അപ്പൊ 100 into 100 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവുക? ക്ലിയർ അല്ലേ? 100 into 100 എന്ന് പറഞ്ഞാൽ 10,000. ഓക്കെ,
ഇത് തെറ്റിയ ആളുകൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ. തെറ്റിയ അല്ലാത്ത ആളുകൾ, ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. കറക്റ്റ് ചെയ്യാം കേട്ടോ ഇവിടെ തെറ്റിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ അത് വായിക്കട്ടെ. വായിക്കട്ടെ. 10-4 10-6 റെഡിയല്ലേ? നിങ്ങൾ വീട്ടില് സൈലന്റ് ആയിട്ടുള്ള സ്ഥലത്തിരിക്കണം. മറ്റു ശബ്ദങ്ങളൊന്നും ഉണ്ടാവരുത്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഇരിക്കരുത് കേട്ടോ. അങ്ങനെയുള്ള ആളുകൾ, പ്രയാസമുള്ള ആളുകൾ മൈക്ക് ഓഫ് ആക്കാം. ഓക്കെ. ഇനി അടുത്ത 2 കൂടി ഉണ്ട് അല്ലെ? ഇനി എത്ര ഉണ്ട്? 10⁻⁴ പറഞ്ഞു. 1⁻10. 1⁻10 എന്ന് പറഞ്ഞാൽ ആറാമത്തെ 1⁻10 ആണ്. 1⁻10 എന്ന് പറഞ്ഞാൽ 1 into 1 into 1 into 1 into 1 2 3 4 5 6 7 8 9 10. ഇത് എത്ര കിട്ടുക? 20. 1 into 1 1 തന്നെ, into 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ, into 1 എന്ന് പറഞ്ഞാൽ 1 മാറ്റണ്ടോ? അപ്പോ 1 എന്ന് വരും അല്ലേ? 1 തന്നെ വരും. ഇനി 100⁻6 4 ഓക്കെ. അടുത്തത് 100⁻4 ഈക്വൽ ടു 100 into 100 into 100 into 100. എത്ര കിട്ടിയത്? അപ്പൊ നമ്മള് സിമ്പിൾ ആയി ചെയ്യുക എങ്ങനെയാന്ന് പറഞ്ഞാല് ഇവിടെ 0 അവിടെ, ബാക്കി 1 into 1 into 1 into 1 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? 0 അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് 0 അല്ലെങ്കിൽ നമ്മൾ എന്താ ഉണ്ടാവുക? 1 into ഇവിടെയും ഇവിടെ എല്ലാ സ്ഥലത്തും 1 അല്ലേ? 0 അല്ലെങ്കിൽ ഉണ്ടാവുക. അത് മൾട്ടിപ്ലൈ ചെയ്യുക. 1 into 1 എന്ന് പറഞ്ഞാൽ 1 into 1 എന്ന് പറഞ്ഞാൽ 1 into 1 1. ബാക്കി എത്ര 0 ഉണ്ട് ഇവിടെ? ഇവിടെ 2, 2 + 2 4 + 2 6 + 2 8 0 എന്നിട്ടാണ്. ആകെ എത്ര 0 ഉണ്ട് നോക്കാം. 3 4 5 6 7 8. സിമ്പിൾ അല്ലേ? ഇവിടെ 2 0, ഇവിടെ 2 0, ഇവിടെ 2 0. അപ്പൊ ടോട്ടൽ ഹൗ മെനി സീറോസ്? There are 8 zeros. 4 2 zeros, we get 8 zeros. 4 2 സീറോകൾ കൂട്ടി എത്ര കിട്ടും? 8 0 ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഒന്നിന് ശേഷം എന്ത് ചെയ്യുക? 8 0 എന്നിടാം. ഓക്കെ. ഇനി എന്താ ഉണ്ടാവുക? 0⁻8. ഇവിടെ എന്താ ഉണ്ടാവുക? 0 into 0 into 0 into etc. 20 0. ഇതിന്റെ ആൻസർ എത്രയാണ്? 0. 0 into 0 0 ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 തന്നെയാണ്. അപ്പൊ നമ്മൾ 0⁻20 എന്ന് പറഞ്ഞാൽ 100 എന്ന് പറഞ്ഞാൽ 1000 പറഞ്ഞാലും 0 ഏത് പവർ ആണെങ്കിലും ഏത് തന്നെ വരിക? 0 തന്നെ വരിക. അതുപോലെ തന്നെ 1 ഏത് പവർ ആണെങ്കിലും ആൻസർ തന്നെ വരിക 1 ആണ്. ക്ലിയർ ആയോ? ഈ ഭാഗം ക്ലിയർ ആയോ? ഓക്കെ. എന്നാൽ നിങ്ങൾ എല്ലാവരും, ഞാൻ 2 ചോദ്യം ബോർഡ് തരും. നിങ്ങൾ ഇപ്പൊ തന്നെ ചെയ്തിട്ട് ആൻസർ പറയണേ. പെട്ടെന്ന് ചെയ്യാം. ഓക്കെ. ചെയ്ത ആളുകൾ എന്ത് ചെയ്യാ? കമന്റ് ചെയ്യാം. ഇതിൽ കംപ്ലീറ്റ് ആയെങ്കിൽ കംപ്ലീറ്റ് ആയെന്ന് കാണിക്കാം ചാറ്റ് ബോക്സിൽ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ശരി, എന്നാൽ ഞാൻ ഇവിടെ തരട്ടെ. ഇത് മാറ്റട്ടെ അല്ല? ഇവിടെ തരാം. ഒന്നാമത്തെ ചോദ്യം സിമ്പിൾ തരാം. 3⁻5. രണ്ടാമത്തത് 4⁻5. അതിന്റെ വാക്യം കഴിയാം നിങ്ങൾ. മൂന്നാമത്തത് പിന്നെ ഇതുവരെയുള്ളതൊക്കെ നിങ്ങൾ ഹോംവർക്ക് തന്നല്ലേ? ഹോംവർക്ക് നിങ്ങൾ നോട്ട്ബുക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? നിങ്ങൾ ബോർഡ് നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി അഥവാ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ കറക്റ്റ് ചെയ്താൽ മതി. ഇനി അടുത്ത ചോദ്യമാണ്. ഇത് നിങ്ങൾ ബോർഡ് ചെയ്യേണ്ടതാണ്, നോട്ട്ബുക്ക് ചെയ്യേണ്ടതാണ്. 3⁻5, 4⁻5, 6⁻3. ഇനി ഒന്നുകൂടി തരാം. 9⁻2. സിമ്പിൾ അല്ലേ? കാരണം ഓരോന്നോരോന്ന് ചെയ്തോളി. സർ വീഡിയോ ഓഫ് ആക്കി. ഒരു മിനിറ്റ്. ഹലോ സാറേ, വീഡിയോ ഓഫ് ആയി. ഇപ്പൊ റെഡി അല്ലേ? ഓക്കെ.
7⁴ അതുപോലെ 5⁵. സാർ ഇപ്പൊ എടുക്കുന്ന സെക്കൻഡ് ചാപ്റ്റർ ആണോ? സെക്കൻഡ് ചാപ്റ്റർ അല്ല. നിന്റെ കയ്യിൽ ടെക്സ്റ്റ് ഒന്നുമില്ല? സോറി 4ാമത്തെ ചാപ്റ്റർ ആണോ? അതെ. കഴിഞ്ഞ ക്ലാസ്സിലൊന്നും വന്നില്ലായിരുന്നു? ഇല്ല സാർ. കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒക്കെ റെക്കോർഡഡ് വീഡിയോ കാണും കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിന്റെ റെക്കോർഡിൽ പോയി കഴിഞ്ഞാൽ, ടീച്ചിങ്ങിൽ റെക്കോർഡിൽ പോയി കഴിഞ്ഞാൽ ഇതുവരെയുള്ള ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടെല്ലാം കാണാം. എന്നാലേ ഇത് മനസ്സിലാവും. കഴിഞ്ഞ ക്ലാസ്സിലാണ് ഞാൻ പറ്റി കൂടുതൽ പറഞ്ഞത്. അപ്പൊ അത് കണ്ടിട്ട് ഇതൊന്നുകൂടി കാണാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി മനസ്സിലാവും. ആൻസർ കിട്ടിയോ? കിട്ടി. ഇതിന് ആൻസർ എന്താ കിട്ടിയേ? 2401. 2401 Yes. 2401 അല്ലേ? ഓക്കെ, ഇതെത്ര കിട്ടി? 3135. 3125 അല്ലേ? ഓക്കെ, റെഡിയാണോ നോക്കട്ടോ? സബ്ജക്ട് നോക്കാം. 7 into 7 into 7. സൗകര്യത്തിന് വേണ്ടിയിട്ട് 7 into 7 അല്ലേ എങ്ങനെ പേരാക്കി എടുക്കും? 7 into 7 equal to 49 into 49 അല്ലേ? അപ്പൊ എത്ര കിട്ടിയ ആൻസർ? ഇത് തന്നെയാണോ കിട്ടിയത്? 2254. Sorry. 2401 ആയിട്ട്. ഇതല്ലേ കിട്ടുന്നത്? റെഡിയാണല്ലോ? 2401 അല്ലേ? ഓക്കെ, അടുത്ത എന്താ ഉണ്ടാവുക പറയും? 5 into 5 into 5 into 5 into 5. അപ്പൊ ഞാനിവിടെ 2 ഇത് 2 ഒന്ന് നോക്കി. 25 ഇത് 5 into 5 25 into 5. അത് നമുക്കറിയാം 625 ആണ്. into 5 എന്ന് പറഞ്ഞാൽ ഉണ്ടാവും 3125 ആ. അപ്പൊ അതും ശരിയാണ്. 3125. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തില്ലേ? തെറ്റിയ ആളുകള് ഒന്ന് കറക്റ്റ് ചെയ്യാം. വായിക്കട്ടെ. എഴുതണമെന്നില്ല, പിന്നെ എഴുതിയാലും മതി. നിങ്ങള് ഇപ്പോ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യാം? അങ്ങ് എഴുതുക. നോക്കുക, പവർ ഓഫ് 10. പവർ ഓഫ് 10 സൈഡിങ് ആണ്. പവർ ഓഫ് 10 ശ്രദ്ധിക്കുക. Daddy. മൂന്ന് കോളം വരച്ചു.
ഫസ്റ്റ് കോളം പവർ ഓഫ് 10, മൾട്ടിപ്ലിക്കേഷൻ ഫോം, ദെൻ നമ്പേഴ്സ്. ശ്രദ്ധിക്കുക, പവർ ഓഫ് 10 എന്ന് പറഞ്ഞാൽ 10ന്റെ ഫസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ 10⁻1 ആണ്. സെക്കൻഡ് പവർ എന്ന് പറഞ്ഞാലോ 10⁻2, 10⁻3, 10⁻4, 10⁻5, 10⁻6. ഇത്ര വരെ എടുക്കട്ടെ. 10⁻1 എന്ന് പറഞ്ഞാൽ 10 ഒരു വട്ടം എന്ന് പറഞ്ഞാൽ 10 എന്നല്ലേ. അതിന്റെ ആൻസർ എത്ര തന്നെയാണ്? 10 ആണ്. 10⁻2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 × 10 അല്ലേ. 10⁻2 എന്ന് പറഞ്ഞാൽ 10 × 10. അതിന്റെ ആൻസർ എത്രയാ? 10 × 10 എത്രയാ? 100 അല്ലല്ലോ. 10⁻3 എന്ന് പറഞ്ഞാല് 10 × 10 അല്ലേ. ഇത് എത്രയാ വരിക? 10 × 10 100. 100 × 10 എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? 1000 അല്ലേ. 10⁻4 എന്ന് പറയും. 10 × 10. നമ്മൾ എങ്ങനെ എഴുതുക? 1, 2, 3, 10 × 10 എന്ന് പറഞ്ഞാൽ 100. 100 × 10 എന്ന് പറഞ്ഞാല് 1000. 1000നെ വീണ്ടും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും 10,000. 10,000 കിട്ടും. ഓക്കെ. ഇനി പിന്നെ അടുത്ത നോക്കൂ. 10⁻5 നോക്കൂ. 10 × 10 10 × 10 10 × 10 10 × 10. എത്രയാ വരിക? പറയും. 1 lakh. 1 lakh അല്ലേ. How many zeros are there? 5 zeros. 5. 10⁻5 കിട്ടട്ടെ. 10 × 10. How many zeros are here? How many tens are here? There are 6. Then how many zeros? 6. 10 lakh. 10 lakh. 10 lakh. 10 ആണ്. 100. 1000. 10,000. 1 lakh. 1 lakh. 10 lakh. ഇങ്ങനാണോ? ഇത് നോട്ടിൽ എഴുതണ്ടേ സാറേ? നോട്ടിൽ എഴുതാൻ ഞാൻ പറയാം. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങള് 10ന്റെ പവർ ആയി വരുന്ന നമ്പേഴ്സ് ഇല്ലേ, 1, 2, 3, 4 എക്സ്പോണന്റ് ആയിട്ട് വരുന്ന ഫോം. 10ന്റെ പവേഴ്സ് അല്ലെങ്കിൽ എക്സ്പോണന്റ് ആയി വരുന്ന നമ്പേഴ്സ് ഇല്ലേ, 1, 2, 3, 4, 5. ഈ നമ്പേഴ്സും ഇവിടെ ഉള്ള 0ന്റെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവിടെ ഉള്ള 0ന്റെ എണ്ണവും 10ന്റെ മേലെ എഴുതുന്ന നമ്പർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സെയിം. എന്താ ബന്ധം? (10⁻4) 1 and 4 0. 10⁻5 1 and 5 0. പറയാലോ? എങ്ങനെ പറഞ്ഞൂടെ? പറയ. എന്താ സംശയം എന്തെങ്കിലും ഉണ്ടോ? മദ്രസ ഉണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് അയക്കും. ഇത് ലെഫ്റ്റ് അയക്കും. ഓ, യൂട്യൂബിലിടും. അതല്ല, ഈ റെക്കോർഡിൽ കാണാം. റെക്കോർഡഡ് എന്നുള്ള ഇതിൽ തന്നെ കേറുക. ഇതിൽ കേറിയിട്ട് റെക്കോർഡഡ് എന്നുള്ളത് എന്ത് ചെയ്യാ, എടുക്കുക. ടീച്ചിങ്ങിന്റെ തന്നെ കേട്ടോ. അപ്പൊ ക്ലാസ് കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിയും, അല്ലെ 10 മിനിറ്റ് കഴിയും, റെക്കോർഡഡിൽ ഇത് കയറും ഓട്ടോമാറ്റിക്കലി. അപ്പൊ അതിൽ കാണാം. ഇനി അതല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഇടുകയും ചെയ്യും. അപ്പൊ അങ്ങനെയും കാണാം. ഓക്കെ. അപ്പൊ 10⁻1 എന്ന് പറഞ്ഞാൽ 10 ഒരു 1 ഒരു 0. 10⁻2 1 and 2 zeros. 10⁻3 എന്ന് പറഞ്ഞാൽ 1ഉം 3 0യും. 10⁻4 എന്ന് പറഞ്ഞാൽ 1ഉം 4 0യും. 10⁻5 എന്ന് പറഞ്ഞാൽ 1ഉം 5 0യും. 10⁻6 എന്നാൽ 1ഉം 6 0യും. ക്ലിയർ അല്ലേ?
അപ്പൊ നമുക്ക് എന്ത് പറയാം? ഞാൻ ചോദിക്കട്ടെ, 10�9 എന്ന് ഞാൻ ഇവിടെ എഴുതിയാൽ എനിക്ക് ഇതൊന്ന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഇവിടെ ഒന്നും എത്ര സീറോയും ഉണ്ടാകുക? 9 അങ്ങനെയാണെങ്കിൽ ഒന്നും 50 സീറോ ഉള്ള ഒരു നമ്പർ ഉണ്ട് വിചാരിക്കും. ഒന്നും 50 സീറോ ഉള്ള ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ നമ്മൾ എങ്ങനെ എഴുതുക? 10 raised to 50. 10 raised to 50. വെരി ഗുഡ്. 10 raised to 15 ഇതാ. അപ്പൊ 10 raised to 50 എന്ന് കണ്ടാൽ നമ്മളെ മനസ്സിൽ വരുന്നത് എന്താണ്? 1 എഴുതി 1ന് ശേഷം 50 പൂജ്യമുള്ള ഒരു നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയാ? 10 raised to 100 തന്നെ ഏതാ? Google number. ഗൂഗിൾ നമ്പർ. ഇതിന് എത്ര സീറോ ഉണ്ടാവും? 100 0. 10 raised to 100 എന്ന് പറഞ്ഞാൽ ഒന്നും എത്ര സീറോയും ഉണ്ടാവും? 100 ഓക്കെ. ഒന്നിന് ശേഷം 100 സീറോ ഉള്ള നമ്പറിനെയാണ് നമ്മൾ 10 raised to 100 എന്ന് പറയാ. ഇതിന് മറ്റൊരു പേരുണ്ട്. ഈ നമ്പർ എന്താ പറയാ? ഗൂഗിൾ എന്ന് പറയും. ഗൂഗിൾ നമ്പർ എന്ന് പറഞ്ഞാല് 10 raised to എന്താണ്? 100 ആണ്. ഓക്കെ. അപ്പൊ ഇതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യാ? പിന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടതാണ്. പവർ ഓഫ് 10 എന്നുകൊണ്ട് എഴുതേണ്ടതാണ്. സാറേ ഇത് 10 to 10. ഒരു മിനിറ്റ് സാറേ. 10 into മൈക്കല്ലേ, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു. ഓക്കെ. ഇനി മാച്ചൂടെ? ഒരു മിനിറ്റ് സാറേ. എഴുതിയാൽ മാത്രം എഴുതിയാൽ പോരെ. ഓ ഹലോ. പറഞ്ഞു. ശരി. അപ്പൊ ഇനി ഇത് മായ്ക്കട്ടെ. ശരി. പവർ ഓഫ് 10 നമ്മൾ പറഞ്ഞു. എങ്ങനെ? 10 raised to 50 എഴുതണ്ടല്ലോ. വേണ്ട. 20 raised to 4. ശ്രദ്ധിക്കണേ. 20 raised to 4 എങ്ങനെ എഴുതാ? 20 into 20 into 20 into 20. ശരിയല്ലേ? അങ്ങനെ എഴുതാലോ. ഇതിനെ ഞാൻ മാറ്റുകയാണേ. 20നെ ഞാൻ 2 into 10 എഴുതി. അടുത്ത 20നെ എന്ത് ചെയ്തു? 2 into 10 എഴുതി. അടുത്ത 20നെ എന്ത് എഴുതി? 2 into 10 എഴുതി. അപ്പൊ 1 2 3. അടുത്ത 20നെ എന്ത് എഴുതി? ഇത് ശരിയല്ല? നമുക്ക് ഓരോ 20നെയും 2 into 10 2 into 10 2 into 10 2 into 10. ക്ലിയർ അല്ലേ? 2 into 10 ആണ് 20. 20നെ അങ്ങോട്ട് മുറിച്ചു 2 into 10 ആക്കി. സംശയമല്ലല്ലോ? ഇല്ല. ഇനി മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെയും മാറ്റല്ലേ? 2 into 3 into 2 എന്നുള്ളത് എന്താ എഴുതാ? 2 into 2 into 3 എഴുതാം. ഇത് രണ്ടുപേരെ ആൻസർ അല്ലേ? നമുക്ക് 2 into 3 into 2 2 into 2 എഴുതി. രണ്ടുപേരെ ആൻസർ അല്ലേ? ഇത് 12 ആണ്. ഇത് തന്നെയാണ് 12 ആണ്. അപ്പോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ആൻസർ ഒരേ ആൻസർ ആണ് വരിക. ഇതെല്ലാവർക്കും അറിയാലോ? ഇത് ക്ലിയർ അല്ലേ? 2 into 3 into 2 എന്ന് പറഞ്ഞാൽ 2 into 2 into 3 എന്ന് പറഞ്ഞാലൊക്കെ എന്താണ്? ഒരേ ആൻസർ ആണ്. അതുകൊണ്ട് ഞാൻ ഇതിനൊന്ന് മാറ്റിയാണ് സൗകര്യം. ഈ 2കളൊക്കെ ഒരുമിച്ച് എഴുതാം. അപ്പൊ എന്താ എഴുതാ? 2 into 2 into 2 into 10കൾ പിന്നെ എഴുതാം. 10 is taken together. അല്ലേ? ഇവിടെ ഇത് എത്ര ഉണ്ടാവുക? 2 into 2 into 2 into 2 എത്ര ഉണ്ടാവുക? 2 into 2 4 4 into 2 8 8 into 2 പറയും 60 into 10 into 10 into 10 into 10 നമുക്ക് 10 raised എത്ര എന്ന് എഴുതാം? 4. ശരിയല്ലേ? 10 raised 4 ഈക്വൽ ടു
16 10⁻⁴ ഒന്നും എത്ര സീറോ ഉണ്ടാകുക നമ്മളിപ്പോ പറഞ്ഞേ ഉള്ളൂ ഒന്നും 10⁻⁴ തന്നാല് ഒന്നും എത്ര സീറോ ഉണ്ടാകുക 4 അപ്പൊ കൂടെ അല്ലേ അപ്പൊ ഇവിടെ 16 into 10,000 എന്ന് പറഞ്ഞാല് 16ഉം 1 into 16 ഇങ്ങനെ കൂടെ സംശയം ഉണ്ടോ ആർക്കെങ്കിലും 16 into 10⁻⁴ എഴുതി 16 into 10⁻⁴ can be written as 1 and 4 0 that is 10,000 by multiplying 16 into 10,000 we get 1,60,000. Okay, clear അല്ലേ? ക്ലിയർ ആണോ പറയും? ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് you write 20⁻⁵. 20⁻⁴ ഞാൻ ചെയ്തതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം 20⁻⁵ ഒന്ന് ചെയ്യാം. ചെയ്തൂടെ? സിമ്പിൾ അല്ലേ? ഒന്ന് ചെയ്തു നോക്കൂ. 20⁻⁵ നിങ്ങളൊന്ന് ചെയ്യും. ഓക്കെ, അപ്പോ 100 into 100 into 100 into 100. ഓക്കെ, ഇപ്പൊ സൗണ്ട് ക്ലിയർ ആയോ? ഉണ്ടോ? ഓക്കെ ഓക്കെ, ഞാനൊന്ന് ബാക്ക് പോയി വന്നതാണ്. സൗണ്ടിൽ എന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പോ ഇത് ക്ലിയർ അല്ലേ? ചെയ്തെടുത്തോളം ക്ലിയർ അല്ലേ? അപ്പോ 1000⁻3 എന്ന് പറഞ്ഞാല് എന്താ 10⁻9 ആണ്. ഇനി നിങ്ങൾ ഒരു ഹോംവർക്ക് ഉണ്ട്, ശ്രദ്ധിക്കാം. Now try the problem. നമ്മൾ ചെയ്തത് തന്നെയാണ്. Write 100,000, 10,000, lakh, 10 lakh and crore as power of 10. നിങ്ങൾ നേരത്തെ ചെയ്ത ടേബിളില്ലേ അത് തന്നെയാണ് ചെയ്യുന്നത്. അവിടെ നേരത്തെ നമ്മൾ ചെയ്തില്ലേനോ 10. ഇത് വായിക്കട്ടെ, ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇതൊന്ന് ഞാൻ വായിക്കട്ടെ, ശ്രദ്ധിക്കാം. 10 നമ്മൾ എന്താ എഴുതുക? 10 അല്ലേ? 10 പറഞ്ഞാൽ 10⁻1. 100 എങ്ങനെ എഴുതാം? 100 വേറെ ചെയ്തല്ലേ? 100 പറഞ്ഞാൽ 2 എഴുതാം, 10⁻2 എഴുതാം. അങ്ങനെ താഴെ എഴുതി പോയിക്കൂടെ? 1000 എന്ത് ചെയ്തു? 1 3 0 1000. 10⁻3 നിങ്ങൾ എഴുതണമെന്നില്ല, നമ്മള് ഓൾറെഡി എഴുതിയതാണ്. ഇനി ഇതില് 2 ചോദ്യം ബാക്കിയുണ്ട് അടുത്തിൽ. കമ്പ്യൂട്ട് ദ പവേഴ്സ് 30⁻4 നമ്മൾ ചെയ്തു. ഇനി എന്തൊക്കെ ചെയ്യണം? 50⁻5 ഉണ്ട്. രണ്ടാമത്തത് 200⁻3 ഇല്ലേ? ഓക്കെ, ഇത് രണ്ടും നിങ്ങൾ ഹോംവർക്ക് ആയി 50⁻5ഉം അതേപോലെ 200⁻3 എന്ത് ചെയ്യാം? ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. മനസ്സിലായോ? മൈക്ക് ഓഫ് ആക്കാം, കാര്യം കേൾക്കാം. മനസ്സിലായോ? ഈ രണ്ടെണ്ണവും 50⁻5ഉം 200⁻3ഉം നിങ്ങൾ ചെയ്തൂടെ? അടുത്ത ക്ലാസ്സിലേക്ക് ഹോംവർക്ക് ആയി ചെയ്യാൻ. 50⁻5നെ 50 into 50 into അങ്ങനെ എഴുതി പോയാൽ മതി. 50⁻5. പിന്നെ ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. ഇനി നിങ്ങള് പിന്നെ നമ്മള് ഓക്കെ, ഇത്രയും മതി. ഇന്നത്തെ ക്ലാസ് ഇപ്പൊ ഇത്രയും മതി. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? എടുത്ത ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? ഇനി നിങ്ങള് പേജ് നമ്പർ 50 ഒന്ന് എടുക്കും. നമ്മളെ സ്റ്റാർട്ടിങ് ചാപ്റ്ററിലെ അല്ല സ്റ്റാർട്ടിങ് പാഠത്തിന്റെ പേജ് നമ്പർ 50 മൂന്നാമത്തെ പേജിൽ എടുക്കുക. മൾട്ടിപ്ലൈ അഗെയിൻ ആൻഡ് അഗെയിൻ കണ്ടോ? ഹെഡിങ് കണ്ടോ?
ഓക്കെ, അപ്പൊ അതിലേ പവർ ഓഫ് പ്രോഡക്റ്റ് എന്ന് കണ്ടോ സൈഡില്? പവർ ഓഫ് പ്രോഡക്റ്റ് മൈക്ക് ഓഫ് ആക്കണേ. പവർ ഓഫ് പ്രോഡക്റ്റ്. അവിടെ ഒരു കഥ ഉണ്ട്. ക്ലിയർ ആവുന്നില്ല. കുറച്ച് ആൾക്കാര് മൈക്ക് ഓഫ് ആക്കി, ഞാൻ അത് ഓഫ് ആക്കട്ടെ. ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം. This is an old story. A poor man went to a rich man for help. ഒരു പാവപ്പെട്ടല്ലേ, ഒരു കഥയാണിത്, ഒരു പഴയ കഥയാണ്. എ poor man went to a rich man for help. ഒരു പാവപ്പെട്ട ആൾ എന്ത് ചെയ്തു? ഒരു പണക്കാരനായ ഒരാളെടുത്ത് സഹായം ചോദിച്ചു തന്നു. Said the rich man. ഈ റിച്ച് മാൻ എന്ത് ചെയ്തു? ഈ ധനികനായ ആള് അത്യാവശ്യം കണക്കൊക്കെ അറിയുന്ന ആളാണ്. ഇയാളെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചു. I can give you 1,000 rupees a day for 30 days. നിനക്ക് ഞാൻ എന്ത് ചെയ്യാം? ഒരു ദിവസത്തേക്ക് 1000 രൂപ വെച്ചിട്ട് 30 ദിവസം തരാം. അപ്പോ എങ്ങനെയാണ് അയാൾ തരാൻ വിചാരിച്ചത്? രണ്ട് രീതിയിലാണ് പറയുന്നത്. ഒന്ന്, ഒരു ദിവസം എത്രയാണ്? 1000. അപ്പൊ അങ്ങനെയാണെങ്കിൽ 30 ദിവസം കൊണ്ട് എത്ര കിട്ടും? 30 into 1000 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാകുക? 30,000 രൂപ. രണ്ടാമത് അയാളോട് പറഞ്ഞത്, അല്ലെങ്കിൽ രണ്ട് ചോയ്സ് കൊടുത്തു. രണ്ടാമത്, ഐ ക്യാൻ ഗിവ് യു 1,000 rupees ഡേ ഫോർ 30 days. ഒരു ദിവസം 1000 രൂപ വെച്ചിട്ട് 30 ദിവസം തരാന്ന് പറഞ്ഞ ഒരു ചോയ്സ്. ഇത് ഒന്നാമത്തെ ചോയ്സ് ആണേ. രണ്ടാമത്തെ ചോയ്സ് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഐ ക്യാൻ ഗിവ് യു 1 paisa ഫസ്റ്റ് ഡേ, 2 paisa that I can give you paisa first day, 2 paisa the third day and so on. അല്ലേ? ഒന്നാമത്തെ ദിവസം ഞാൻ 1 പൈസ തരാം. രണ്ടാമത്തെ ദിവസം 2 പൈസ. മൂന്നാമത്തെ ദിവസം 2ന്റെ ഇരട്ടി എത്രയാണ്? 4 പൈസ. അല്ലേ? നാലാമത്തെ ദിവസത്തിൽ ഉണ്ടാവും 8 പൈസ. അല്ലേ? ഒന്നാം ദിവസം 1 പൈസ, രണ്ടാം ദിവസം അതിന്റെ ഇരട്ടി 2 പൈസ, അടുത്ത ദിവസം മൂന്നാം ദിവസം 4 പൈസ, അടുത്ത ദിവസം 4 ഇരട്ടി 8 പൈസ, പിന്നെ 16 പൈസ, അടുത്ത ദിവസം 16 ഇരട്ടി 32 പൈസ, 64 പൈസ, പറയും 128 പൈസ, പിന്നെ അതിന്റെ ഇരട്ടി 256 പൈസ, 512 പൈസ, പിന്നെ എത്ര ഉണ്ടാവും? 1024 പൈസ, 2028 പൈസ, പിന്നെ അടുത്ത് എത്ര ഉണ്ടാവും? 4056 പൈസ, പിന്നെ 8112 പൈസ, അതിന്റെ ഇരട്ടി 16,224 പൈസ, പിന്നെ 32,448 പൈസ. അങ്ങനെ പോകും. ഇനി ഇവിടെ അറിയാല. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. 16 ദിവസം ആയപ്പോ തന്നെ എത്ര പൈസയായി? 32,448 പൈസയായി. പിന്നെ ഇനി എത്ര ദിവസം ഉണ്ട്? 30 ദിവസം വേണ്ടേ? ബാക്കി 14 ദിവസം പിന്നെയും. പിന്നെ അടുത്ത ദിവസം എത്ര ഉണ്ടാകുക? 32,448 പൈസന്റെ ഇരട്ടി പൈസ ഉണ്ടായി അടുത്ത ദിവസം. അതിന്റെ ഇരട്ടിപ്പ് അടുത്ത ദിവസം. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക? ആദ്യത്തെ ദിവസം 1 പൈസ, രണ്ടാമത്തെ ദിവസം 2 പൈസ, അടുത്ത ദിവസം 4 പൈസയാണ്. അപ്പൊ അത് വളരെ ചെറിയ പൈസയാണെന്ന് വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? 30,000 രൂപയാണ് നമ്മൾ എടുക്കുക വേഗം. 30 into 1000 30,000 രൂപ വാങ്ങി വേഗം തടി കിട്ടും അല്ലേ? എന്നാല് യഥാർത്ഥത്തിൽ എത്ര പൈസ ഉണ്ടെന്ന് അറിയാം? ഇത് എത്ര പൈസ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. 1 ടെക്സ്റ്റ് ബുക്കിലുണ്ട് 0, 7, 3, 7, 4, 1, 8, 2, 3. ഇത്രയും പൈസ എന്ന് പറഞ്ഞാല് ഇവിടെ നിങ്ങോട്ട് ഒരു കുട്ടി വെച്ചാൽ അല്ലേ?
എന്ന് പറഞ്ഞാല് 100 പൈസ എന്ന് പറഞ്ഞാൽ 1 ഉറുപ്പ്യല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് 2 കുത്തിട്ടാണ് 2 സംഖ്യയിൽ കുത്തിട്ടാണ് 1 പൈസ. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് പൈസയാക്കാൻ രൂപയാക്കാൻ വേണ്ടി 2 സംഖ്യ ഇങ്ങോട്ട് എടുത്തിട്ട് കുത്തിട്ടാൽ മതി. അപ്പൊ ഈ 23 പൈസ പോട്ടെ, ബാക്കി എത്ര രൂപ ഉണ്ടാവും നോക്ക്. 100 1 കോടി അല്ലെ, 1 കോടി അല്ലെ, 7 crore 7,37,418 അല്ലെ. 1 crore 7,37,418. ഇത്രയും വലിയ ഒരു തുക ആർക്ക് കിട്ടുന്നുണ്ട്? ഈ പാവപ്പെട്ടവന്. എങ്ങനെ ഏത് സെലക്ട് ചെയ്താല് 1 പൈസ 2 പൈസ 3 പൈസ എന്ന് പറഞ്ഞാൽ എവിടെ വരെയാണ് വരിക? ഇതിന് നമുക്കൊന്ന് ഇങ്ങനെ ഏഡ് ചെയ്ത് നോക്കി എന്താ കിട്ടുക? 2 plus 2 plus 2 plus etc. 2 ഇത്രയും നമ്പേഴ്സ് എന്നോട് 2 അവിടെ 2 എന്നില്ല. ഇത്രയും നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടാണ് എത്ര കിട്ടുന്നത്? ഈ വലിയൊരു നമ്പർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ അല്ലേ? മ്യൂട്ടാക്കിയതാണ്, ഞാൻ മ്യൂട്ടാക്കിയതാണ് എല്ലാരെയും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പൊ ക്ലിയർ അല്ലേ സംഭവം? ഇപ്പൊ പിന്നെ അങ്ങനെ തോന്നായി സാർ. അപ്പൊ നമുക്ക് നിർത്താം. ഓക്കെ, ശരി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നോട്ട് ചെയ്യട്ടോ എല്ലാരും. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഈ ക്ലാസ് പിന്നെ യൂട്യൂബിൽ ഇടാം. പിന്നെ റെക്കോർഡർ ക്ലിയർ ആകാത്ത ആളുകൾ ഒന്നുകൂടെ റെക്കോർഡർ കാണുക. റെക്കോർഡർ കണ്ടിട്ട് നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതൊന്നും എഴുതണമെന്നില്ല കേട്ടോ. ഞാൻ സൈഡിലെ ഇതൊന്നും നോട്ടിലേക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ ആ ഒരു സംഭവം പറഞ്ഞെന്ന് മാത്രമേ. അപ്പൊ ശരി എല്ലാവർക്കും. അടുത്ത ദിവസത്തേക്ക് അന്ന് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ എല്ലാവരും ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് വിക്ടേഴ്സിന്റെ ക്ലാസ് നോക്കിയിട്ട് ഞാൻ പറയാം. ഇന്ന് ശരിക്കും ക്ലാസ് വെക്കരുതായിരുന്നു. ഇന്ന് ഞാൻ ഹോളിഡേ ആണെന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ ഒന്ന് പകലാണ് ഞാൻ അറിയുന്നത്. പിന്നെ ഞങ്ങൾ എത്ര ആളുണ്ടെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ക്ലാസ് എടുക്കാം. ഓക്കെ, എന്നാ ശരി. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു.